ഷാർജയിൽ മലയാള യുവതി വിഭജിക്കുകയും അവരുടെ 2.5 വയസ്സുകാരിയായ കുഞ്ഞും ആത്മഹത്യ ചെയ്ത സംഭവം കേരളക്കരയെ നടുക്കിയിരിക്കുകയാണ്. ഒരു വശത്ത് അമ്മയുടെയും കുഞ്ഞിന്റെയും ദാരുണമായ അന്ത്യമുണ്ടാക്കിയ വേദന, മറുവശത്ത് ഈ ദുരന്തത്തിലേക്ക് അവരെ തള്ളിവിട്ട ഭർതൃ വീട്ടുകാരുടെ ക്രൂരതകളെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ. വിഭജികയുടെ മാതാവ് ശൈലജ മനോരമ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയ വിവരങ്ങൾ ഒരു സ്ത്രീക്ക് തന്റെ ഭർതൃ വീട്ടിൽ അനുഭവിക്കേണ്ടി വന്ന കഠിനമായ പീഡനങ്ങളുടെയും മാനസിക പീഡനങ്ങളുടെയും ഭീകരമായ ചിത്രം വരച്ചു കാട്ടുന്നുണ്ട്. ഈ സംഭവം ഒരു വ്യക്തിഗത ദുരന്തത്തിനപ്പുറം സ്ത്രീധനം, ഗാർഹിക പീഡനം, കുടുംബ ബന്ധങ്ങളിലെ വിള്ളലുകൾ തുടങ്ങിയ സാമൂഹിക പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. വിഭജികയുടെ ഭർത്താവ് നിതീഷ്, അയാളുടെ പെങ്ങൾ, അച്ഛൻ എന്നിവർ ചേർന്നുള്ള ക്രൂരമായ മാനസിക പീഡനങ്ങളാണ് തന്റെ മകളെയും കുഞ്ഞിനെയും മരണത്തിലേക്ക് തള്ളിവിട്ടതെന്ന് ശൈലജ ഉറപ്പിച്ചു പറയുന്നുണ്ട്. എന്റെ മകളോട് മാത്രമല്ല, എന്നോടും അയാൾ മോശമായി പെരുമാറി, പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. ഓഡിയോ ഞാൻ സേവ് ചെയ്തു വെച്ചിട്ടുണ്ട്. ശൈലജയുടെ ഈ വാക്കുകൾ ഭർതൃ വീട്ടുകാരുടെ ധാർഷ്ട്യവും തെമ്മാടിത്തരവും വ്യക്തമാക്കുന്നുണ്ട്. ഒരു സ്ത്രീയെ അവളുടെ മകളുടെ ഭർതൃമാതാവ് ലൈംഗിക ചുവയോടെ സംസാരിക്കുകയും മോശമായി പെരുമാറുകയും ചെയ്തതിന്റെ ആഘാതം ചെറുതല്ല. വർഷങ്ങൾക്ക് മുൻപ് തന്റെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ഒരു സാഹചര്യത്തിൽ സമാനമായൊരവസ്ഥ തന്റെ മകൾക്കും കൊച്ചുമകൾക്കും ഉണ്ടാകരുതെന്ന ചിന്തയാണ് വിഭജികയെ എല്ലാ ക്രൂരതകളും സഹിക്കാൻ പ്രേരിപ്പിച്ചതെന്ന് ശൈലജ കണ്ണീരോടെ പറയുന്നു.